എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിര ദീപക്. തടി വെക്കാൻ ആഗ്രഹമുള്ളവർ ഭക്ഷണങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയിട്ട് കാര്യമില്ല. ഭക്ഷണത്തിനോട് കൂടെ തന്നെ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പ്രോട്ടീൻ എന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡ് നൽകുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ വളരാൻ വേണ്ടി വ്യായാമം വളരെ അത്യാവശ്യമാണ്. ചെറിയ രീതിയിൽ പോലും എക്സസൈസ് ചെയ്യാതെ ഭക്ഷണം മാത്രം നമ്മൾ തടി വയ്ക്കാൻ കഴിക്കുകയാണെങ്കിൽ ഈ പ്രോട്ടീൻസ് ഫാറ്റ് രൂപത്തിൽ നമ്മുടെ അവയവങ്ങളിലാണ് ആദ്യം സ്റ്റോർ ചെയ്യുന്നത്. തടി വയ്ക്കാൻ ആഗ്രഹമുള്ളവർ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ പിടിക്കണമെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ മസിൽ ഡെവലപ്പ് ചെയ്യുകയുള്ളൂ. പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോൺ ഉള്ളത് കാരണം മസിൽ ഡെവലപ്മെന്റ് വളരെ എളുപ്പമാണ്. പുഷപ്പ് പുള്ളപ്പ് ഒക്കെ മസിൽ ഡെവലപ്പ് ചെയ്യാൻ വളരെ നല്ലതാണ്. സ്ത്രീകൾക്ക് കട്ടിയായിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് മസിൽ ഡെവലപ്പ് ചെയ്യാൻ ബൾക്കി മസിൽസ് അല്ലാതെ ലീൻ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ ബോഡി വെയ്റ്റ് എക്സസൈസ് തന്നെ ധാരാളമാണ്. കുട്ടികൾക്കാണെങ്കിൽ എക്സ്ട്രാ ഒരു എക്സസൈസിന്റെ ആവശ്യമില്ല. അവർ ആക്റ്റീവായി ഇരുന്നാൽ മതി. തടി വയ്ക്കാൻ ആഗ്രഹമുള്ളവർ കാർഡിയാക് എക്സസൈസ് കുറയ്ക്കുക. ഈ റണ്ണിങ്, സ്വിമ്മിങ് ഇതുപോലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടുള്ള കലോറി ആവശ്യമായി വരികയും കൂടുതൽ കലോറി നഷ്ടപ്പെടുകയും തടി വയ്ക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ആയുർവേദത്തിൽ പറയുന്നത് രസരക്ത മാംസം മേധാസ്തി മജ്ജ ശുക്ര. രസം രക്തത്തെ, രക്തം മാംസത്തെ, മാംസം മേധസ്സിനെ, മേധസ്സെന്ന് വെച്ചാൽ ഫാറ്റ്, അസ്ഥിയെ, അസ്ഥി മജ്ജത്തെ, മജ്ജ ശുക്രത്തെ എന്ന രീതിയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ശരീരം പോഷിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരീരം ശരിയായ രീതിയിൽ ജീർണവും ആമപാചനവും നടക്കുമ്പോഴാണ് രസധാതു പോഷിപ്പിക്കപ്പെടുന്നത്. രസധാതു നല്ല രീതിയിൽ പോഷിപ്പിച്ചാൽ മറ്റുള്ള ധാതുക്കൾക്ക് ശരിയായ പോഷണം നൽകുന്നു. ആയുർവേദം നിർദ്ദേശിക്കുന്നത് ഹൈ കലോറി ഫുഡും സപ്ലിമെന്റ്സും കഴിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ശരീരത്തെ പോഷിപ്പിക്കുകയും ജീർണശക്തിയെ ശക്തിപ്പെടുത്തുന്നതിനും വാത പിത്ത കഫ സന്തുലിതമാക്കിയുമുള്ള സമഗ്രമായ സമീപനമാണ്. ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്ന ചില രസായന മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് പറയാം. അശ്വഗന്ധ 1 ടീസ്പൂൺ അശ്വഗന്ധ പാലിൽ തിളപ്പിച്ച് രാത്രി കിടക്കുന്നതിന് മുന്നേ കുടിക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് ശതാവരി 1 ടീസ്പൂൺ ശതാവരി പാലിൽ തിളപ്പിച്ച് 2 നേരമായി കുടിക്കാവുന്നതാണ്. അടുത്തത് 3 ഡേറ്റ്സും 2 ഫിഗ്സും തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് പാലിൽ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ടും തടി വെക്കാത്തവർ വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രധാനമായിട്ടും ഹീമോഗ്ലോബിന്റെ ലെവൽ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ബ്ലഡ് കൗണ്ട് കുറയുമ്പോൾ അനീമിയ എന്ന അവസ്ഥ തൈറോയ്ഡ് ഫംഗ്ഷനെയും ബാധിക്കുന്നു. ഇത് വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ അധികമായ വെയിറ്റ് കൂടാനും ചാൻസ് ഉണ്ട്. നമുക്കറിയാം, തടി വെക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോട്ടീൻ റിച്ച് ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ചേർക്കുന്നത് തടി വെക്കാനുള്ളൊരു എളുപ്പമാർഗമാണ്. ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. രാവിലത്തെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു ഏത്തപ്പഴം എക്സ്ട്രാ കഴിക്കുക. സ്നാക്സ് ടൈമിൽ കാഷ്യൂനട്ട്, ഡേറ്റ്സ്, പാല് ചേർത്തിട്ട് മിൽക്ക് ഷേക്ക് കുടിക്കാവുന്നതാണ്. ഇതിലേക്ക് അവക്കാഡോ ചേർക്കുന്നതും നല്ലതാണ്. ഉച്ചക്കത്തെ ഭക്ഷണത്തിന്റെ കൂടെ 2 മുട്ട ആഡ് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.